ഹലോ ഗായ്സ്, അപ്പോൾ അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് MBBS എബ്രോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മളിപ്പോൾ MBBS എബ്രോഡ് സീരീസിൽ ഓൾമോസ്റ്റ് കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 3 വീഡിയോസോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നമ്മൾ എങ്ങനെയാണ് ഒരു ഏജൻസി ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള കൺട്രി, അതുപോലെ റൈറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, ഇതൊക്കെ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാവും, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു എബ്രോഡ് MBBS സീരീസ് പാർട്ട് 4. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ളൊരു കാര്യമാണ്, എല്ലാ കാര്യത്തിനും പ്രോസ് കോൺസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ എബ്രോഡ് MBBSലും കുറേ പോസിറ്റീവ് ആയിട്ടുള്ളതും ഉണ്ട്, അറ്റ് ദി സെയിം ടൈം എന്താ പറയുക, കുറച്ച് കോൺസും ഉണ്ട്, കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇന്ന് ആ ഒരു ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പലരുടെയും മൈൻഡിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എബ്രോഡ് MBBS എന്ന് പറയുന്നത് വളരെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഈ ഒരു MBBS എടുക്കാൻ. ലൈക്ക് ഒരു ഈസി മെത്തേഡാണ്, ഒന്നും ചെയ്യേണ്ട, ഈസി ആയിട്ട് നമുക്കത് ഇതാക്കി പോവാം എന്നുള്ളതാണ്. പക്ഷേ റിയാലിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും അതല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് ഈ ഒരു എബ്രോഡ് MBBSൽ വരുന്നുണ്ട്. ഇപ്പോൾ പുറമെ കാണുമ്പോൾ നമുക്ക് നീറ്റ് നമ്മൾ എന്താ പറയുക, നമ്മൾ മെറിറ്റിൽ കിട്ടിയില്ല, സോ നമ്മൾ നേരെ എബ്രോഡ് MBBS പോകും. സോ അതൊരു ഷോർട്ട് കട്ട് മെത്തേഡ്, ഈസി, ഒന്നും നോക്കാനില്ല എന്നുള്ള ഒരു മൈൻഡായിരിക്കും പലർക്കും ഉണ്ടാവുക. ബട്ട് റിയാലിറ്റി അതല്ല. ഒരുപാട് എഫേർട്ട്, നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് ഈ ഒരു എബ്രോഡ് MBBSൽ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, വൈ സ്റ്റുഡൻസ് ആർ ചൂസിങ് എബ്രോഡ് MBBS എന്നുള്ള ഒരു കാര്യത്തിലോട്ട് നമുക്ക് ഫസ്റ്റ് വരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നീറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്, ആൻഡ് ലാക്സ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡ്രീമാണ് MBBS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഇത്രയും ഹൈലി ഒരു ടഫ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലാസ്റ്റ് തന്നെ 2024 എടുക്കുകയാണെങ്കിൽ മോർ ദാൻ എബൌട്ട് 20 lakh സ്റ്റുഡൻസ് ആണ് നീറ്റ് എക്സാം എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ ഗവൺമെൻറ് സീറ്റ്സ് വെറും ഒരു 55,000 ഗവൺമെൻറ് സീറ്റ്സും പ്രൈവറ്റ് സീറ്റ്സ് എല്ലാം കൂടി ഒരു 1 lakh സംതിങ് സീറ്റ്സേ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസിൻ്റെ ഡ്രീമും ആൻഡ് ഇത്രയും അവൈലബിൾ നമ്പർ ഓഫ് സീറ്റ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ഹ്യൂജ് ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവൻ ഇഫ് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ ഈ ഒരു കിട്ടാൻ ഇപ്പോൾ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ 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 കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു അന്നത്തെ ഓൾട്ടർനേറ്റീവ് പാത്ത് എന്നുള്ള രീതിയിൽ എബ്രോഡ് MBBS നമുക്ക് എടുക്കാം. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതിൽ പ്രോസ് പറയുകയാണെങ്കിൽ അഡ്മിഷൻ പ്രോസസ് ഇസ് വെരി സിമ്പിൾ. നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് അഡ്മിഷൻ ഒരു അബ്രോഡുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. അതിപ്പോൾ നമുക്ക് ജസ്റ്റ് നീറ്റ് ക്വാളിഫൈ ആയാൽ മതി. ഈ നീറ്റ് ക്വാളിഫൈങ് തന്നെ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ ചെന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നീറ്റ് ക്വാളിഫൈങ് തന്നെ ഒരു ക്വാളിഫൈ മാർക്ക് തന്നെ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബ്രോഡ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ, ഏത് യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു എക്സാം, എൻറോൾമെൻറ്റിന് എന്തെങ്കിലും ഒരു ചെറിയ എക്സാം ഉണ്ടാവും. അതിൽ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവില്ല, നമുക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടും. സോ അതാണ് നമ്മുടെ പോയിന്റ് നമ്പർ 1. നമുക്ക് എന്താ പറയുക, അഡ്മിഷൻ പ്രോസസ് ഇസ് വെരി സിമ്പിൾ. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അഫോർഡബിൾ ഫീസ് കമ്പയർഡ് ടു പ്രൈവറ്റ് കോളേജസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രൈവറ്റ് കോളേജസിൽ നമുക്കറിയാം ക്രോസ് ആണ് അവിടെ നമ്മൾ ചോദിക്കുന്ന ഫീസ് എന്ന് പറയുന്നത്. സോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അബ്രോഡുള്ള യൂണിവേഴ്സിറ്റീസിൽ ടോട്ടലി പഠിച്ചിറങ്ങാൻ അത്ര എമൗണ്ട് വരുന്നില്ല. സോ അതാണ് സ്റ്റുഡൻസ് കൂടുതൽ എബ്രോഡ് MBBS ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുമെങ്കിൽ നമുക്ക് പറയാം, അബ്രോഡിലുള്ള മിക്ക യൂണിവേഴ്സിറ്റീസും ഗ്ലോബൽ റെക്കഗ്നീഷൻസും അക്രഡിറ്റേഷൻസും ഉള്ള യൂണിവേഴ്സിറ്റീസാണ്. അതൊരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നമുക്ക് WFME, ECFMG, WHO ഇതിൻ്റെയൊക്കെ അക്രഡിറ്റേഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റീസാണ് മിക്കതും. ആൻഡ് ഓൾസോ ഇവിടെ ഇപ്പോൾ അബ്രോഡുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ കൂടുതൽ, ഇപ്പോൾ ജോർജിയയിലെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ കൂടുതലും ഇവിടെയുള്ള
പ്രൊഫസേഴ്സൊക്കെ USMLE ഒക്കെ ഓൾറെഡി അവർ ക്രാക്ക് ചെയ്തിട്ടുള്ള പ്രൊഫസേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ടീച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വേ ഓഫ് മെത്തേഡ് അത് ബേസ് ചെയ്തിട്ട്. അതിൻ്റെ 4th പോയിന്റ് പറയുകയാണെങ്കിൽ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള സിമുലേഷൻ ലാബ്സും അതുപോലെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ലാബ്സും കാര്യങ്ങളും ക്ലാസ്സസ് ആയാലും എല്ലാം നമുക്ക് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ആൻഡ് അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണോ എന്ന് ചോദിച്ചാലാണ് നമ്മളൊരു പേഴ്സണൽ ഗ്രോത്ത് എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിനിപ്പോൾ എബ്രോഡ് MBBS എടുക്കണമെന്നില്ല, ഒരു ഹോസ്റ്റലിൽ ചെന്ന് നിന്നാൽ മതി എന്നായിരിക്കും ഇപ്പോൾ പലരുടെ മൈൻഡിലുണ്ടാവുക ആണ്. പക്ഷേ പ്രോസിൽ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രിയിൽ വരുമ്പോൾ ഒരുപാട് ചേഞ്ചസ്, ലിറ്ററലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചസ് നമുക്ക് വരും. സോ അതൊക്കെ ഇതിൻ്റെ ഒരു പ്രോസിൽ വരുന്ന പോയിന്റ്സ് തന്നെയാണ്. അതുപോലെ ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവിടുത്തെ ബാച്ച് സൈസ് വളരെ കുറവാണ്. എബ്രോഡ് ഇപ്പോൾ MBBS എടുക്കുന്ന ടൈമിൽ ബാച്ച് സൈസ് ഇപ്പോൾ ഒരു 20-50 ആ റേഞ്ചിലായിരിക്കും ബാച്ച് സൈസ് വരിക. കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ. സോ കമ്പയർഡ് ടു ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും, ബാച്ച് സൈസ് ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഒരു ബാച്ചിൽ 20 സ്റ്റുഡൻസ് ആ ഒരു രീതിക്ക് വരുന്നുണ്ടാവുള്ളൂ. അത് ഒരു പ്രോസായിട്ട് നമുക്ക് പറയാം. അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ഫോറിൻ യൂണിവേഴ്സിറ്റീസൊക്കെ സ്റ്റുഡൻസിന് ഈ മെഡിക്കൽ റീസേർച്ചിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും, അവരെ എൻകറേജ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസൊക്കെ കമ്പയർഡ് ടു ഇന്ത്യ ഇവിടെ കുറച്ച് ലൈക്ക് ഫോറിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്ത പറയുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് നെറ്റ്വർക്കിംഗ് തന്നെ കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അവിടെ ഒരുപാട് കൺട്രിയിൽ നിന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് കൺട്രീസ്. സോ നമുക്കതൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷറാണ്. ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് കൺട്രി ആയിട്ട് നമുക്ക് കൂടുതൽ എന്താ പറയുക ഇതാവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രോസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലോട്ട് പോകും. എന്തൊക്കെയാണ് ഇതിൻ്റെ കോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മളിതിൻ്റെ പോസിറ്റീവ് സൈഡ് പ്രോസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കോൺസ് നെഗറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് FMG ആൻഡ് നെക്സ്റ്റ് ചാലഞ്ച് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എബ്രോഡ് MBBS കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ തിരിച്ചു ചെന്ന് വർക്ക് ചെയ്യണം, അവിടുത്തെ ഒരു രജിസ്റ്റേർഡ് ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ FMG അല്ലെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് ആയിട്ട് മാറുന്നുണ്ട് ഈ ഒരു എക്സാം നമ്മൾ പാസ്സാവേണ്ട ആവശ്യമുണ്ട്. സോ അത് ആക്ച്വലി മിക്ക സ്റ്റുഡൻസിനും ഒരു ചലഞ്ചിങ് ആയിട്ട് വരാറുണ്ട്. അതായത് അതിൻ്റെ പാസ് പെർസെൻറ്റേജ് അത്യാവശ്യം കുറവാണ്. അപ്പോൾ നമ്മൾ അത്രയും സെൽഫ് ഡിസിപ്ലിനും അത്രയും ഓറിയൻറ്റഡ് ആയിട്ടിരുന്ന് അതിന് ഹാർഡ് വർക്ക് ചെയ്താലേ ആ ഒരു എക്സാം നമുക്ക് ലൈക്ക് പാസ്സാവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് മിക്ക സ്റ്റുഡൻസിനും ചലഞ്ചിങ് ആണ്. സോ ഇതിനൊരു കോൺസിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ഇതാണ്, FMG എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന് പാസ്സാവാനുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. സോ അത് നമുക്ക് ഫസ്റ്റ് തന്നെ എടുത്ത് പറയേണ്ടത് ഒരു പോയിന്റാണ്. അതായത് FMG പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു 20 to 25% അല്ലെങ്കിൽ 30% ആ ഒരു റേഞ്ചിലാണ് എപ്പോഴും തന്നെ നിൽക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതുന്നതിൽ. സോ ഇതാണ് മെയിൻലി പല സ്റ്റുഡൻസിനും കൺഫ്യൂസ്ഡ് ആക്കുന്നത്. അപ്പോൾ അടുത്തതും ഒരു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് തന്നെ പറയാം. ബിക്കോസ് ഇവിടെയാണ് ഒരു ഹ്യൂജ് ഡിഫറൻസ് വരുന്നത്. ഇപ്പം MBBS ഇൻ ഇന്ത്യ വേഴ്സസ് MBBS ഇൻ അബ്രോഡ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് ഇപ്പം സ്റ്റുഡൻസിൻ്റെ എല്ലാവർക്കും ആ ഒരു ഇതാക്കി പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ഇത് തന്നെയാണ്. വേറൊന്നുമല്ല എക്സ്പോഷർ, കാര്യം വേറൊന്നുമല്ല, അത് നമ്മുടെ ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അബ്രോഡ് വരുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് കുറവ് തന്നെയാണ്. അത് നമ്മൾ കോൺസെപ്റ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ഒട്ടും കിട്ടില്ല, ക്ലിനിക്കൽസേ ഇല്ല അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്കും കുറവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ പോപ്പുലേഷനും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ അത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ അത്രത്തോളം കേസസ് നമുക്ക് ഡെയിലി കാണാൻ പറ്റും. ആൻഡ് കമ്പാരിറ്റീവ്ലി അബ്രോഡ് വരുമ്പോഴത്തേക്കും അവിടെ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ് തന്നെയാണ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് അബ്രോഡ് കുറവ് തന്നെയായിരിക്കും. അടുത്ത നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് കെഡാവേഴ്സ് എല്ലാ കൺട്രിയിലും അവൈലബിൾ ആയിരിക്കത്തില്ല. അതായത് ഇപ്പം ജോർജിയയിലൊന്നും അവൈലബിൾ അല്ല. ഇപ്പം ചില കൺട്രി ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ, ഈജിപ്റ്റ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കെഡാവേഴ്സ് ഉണ്ട്. പക്ഷെ
പക്ഷെ എല്ലാ കൺട്രീസിലും അവൈലബിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ ജോർജിയയിൽ തന്നെ ഇവിടുത്തെ ഒരു റൂൾ, അവരുടെ ഒരു റിലീജിയസ് പരമായ ഒരു റൂളാണത്. അതുകൊണ്ട് തന്നെ ജോർജിയയിൽ ഒരു യൂണിവേഴ്സിറ്റിയിലും കഡാവേഴ്സ് അവൈലബിൾ അല്ല. പക്ഷെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർ പുറത്തു നിന്നോ കൊണ്ടുവന്നത് എന്തോ ഉണ്ടായിട്ട് ഒരു ചെറിയൊരു ഇതുണ്ട്. അല്ലാതെ പൊതുവെ ജോർജിയയിൽ കഡാവേഴ്സ് അവൈലബിൾ അല്ല. അപ്പോൾ അത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാം. മൊത്തത്തിൽ ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും മാനിക്യൂൺസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ FMG എക്സാം പാസ്സായി കഴിഞ്ഞാലും നമ്മൾ നാട്ടിൽ 1 year ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെസസറി ആണ്. അപ്പോൾ അതൊരു കോൺസായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഇവിടെ 6 year പഠിച്ചു, വീണ്ടും നമ്മൾ 1 year ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു. അപ്പോൾ 7 year നമുക്ക് ടോട്ടലി പോയി. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊരു കോൺസായിട്ട് പറയാം. നമ്മൾ നാട്ടിൽ ചെന്നു, ഇപ്പോൾ ഇന്ത്യയിൽ ചെന്നു, FMG പാസ്സായി, വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് 1 year ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. സോ അതും ഒരു എബ്രോഡ് MBBSലെ ഒരു കോൺസ് ആണ്. അടുത്തൊരു പോയിന്റ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ വീഡിയോയിലായാലും കൺട്രിയുടെ ചൂസ് ചെയ്യുന്ന വീഡിയോയിലായാലും പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, NMCയുടെ റൂളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിനിക്കൽസിലോട്ട് പോകുന്ന ടൈമിൽ നമ്മൾ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യുന്ന ടൈമിൽ ഈ അവിടെയുള്ള ലോക്കൽ പീപ്പിൾസ്, പേജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് അറിയണമെന്ന് നിർബന്ധമില്ല. ഈവൻ ഇഫ് നമുക്ക് പ്രൊഫസേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഡയറക്റ്റ് ഇൻറ്ററാക്ഷന് ചിലപ്പോൾ അതൊരു ബാരിയർ, ഒരു ലാംഗ്വേജ് ബാരിയർ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എങ്കിൽ കൂടി നമ്മളിപ്പോൾ ലാംഗ്വേജ്, ഇപ്പം ഏത് കൺട്രി ആയാലും നമ്മൾ മിക്ക കൺട്രീസിലും ലാംഗ്വേജ് ഫസ്റ്റ് ഇയർ തൊഴിൽ, അതായത് ലോക്കൽ ലാംഗ്വേജ് ഫസ്റ്റ് ഇയർ തൊട്ടേ പഠിക്കുന്നുണ്ടാവും. എങ്കിൽ കൂടി ചിലപ്പോൾ അവിടെ ഒരു ബാരിയർ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അടുത്ത് പറയുകയാണെങ്കിൽ കൾച്ചറൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മുടെ നാട്ടിലുള്ള പോലെ ആയിരിക്കത്തില്ല ഇവിടെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഒരു ന്യൂ കൺട്രിയാണ്, ഇവിടുത്തെ ക്ലൈമറ്റ് ആയാലും കൾച്ചർ ആയാലും ഏതായാലും ഡിഫറൻസ് ഉണ്ടാവും. സോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം ഏതൊരു സ്റ്റുഡൻ്റ് ആയാലും മുന്നോട്ട് പോകാനുള്ളത്. അപ്പോൾ അത് ചിലർക്കതൊരു ചലഞ്ചായിരിക്കാം, ചിലർക്ക് അത് ഓക്കെ ആയിരിക്കാം. അപ്പോൾ അത് അഡാപ്റ്റ് ചെയ്തിട്ട് പോവേണ്ടി വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതും ഒരു കോൺസായിട്ട് തന്നെ പറയാം. അടുത്തത് ഹിഡൻ കോസ്റ്റ് ആണ്. ഇപ്പം യൂണിവേഴ്സിറ്റിയിലെ ഫീസൊക്കെ കറക്റ്റ് സ്ട്രെയിറ്റ് ആണ്, ഡൊണേഷനും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഇതാണെങ്കിലും ട്രാൻസ്പെറൻ്റ് ആണെങ്കിലും ഒരുപാട് അല്ലാത്ത ചിലവ് വരാം. ഇപ്പം നമ്മൾ USDയിൽ തന്നെയാണ് നമ്മൾ ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പം USDയുടെ ആ വാല്യൂ കൂടുന്നതും കുറയുന്നതും അനുസരിച്ചിട്ട് ഡിഫറൻസ് വരാം. അത് ഒരു കോൺസാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് വിസ റിന്യൂവൽ, അങ്ങനെ ഒരുപാട് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് വേണം ടോട്ടൽ ബഡ്ജറ്റ് എടുക്കാൻ. എങ്കിൽ കൂടി ഹിഡൻ കോസ്റ്റ് ഒരുപാട് എക്സ്ട്രാ വരാം. USDയിൽ വരുന്ന വേരിയേഷൻ, അതിൻ്റെ വാല്യൂവിൽ വരുന്ന വേരിയേഷനും നമുക്ക് ടോട്ടൽ ബഡ്ജറ്റിൽ വളരെ ഒരു ഡിഫറൻസ് ചിലപ്പോൾ വരുത്താം. USD ഇപ്പോൾ ഉള്ളതായിരിക്കത്തില്ല, ചിലപ്പം നെക്സ്റ്റ് ഇയർ വരുന്നുണ്ടാവുക. അപ്പോൾ അത് വരുമ്പോൾ ടോട്ടൽ ബഡ്ജറ്റിന് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു കോൺസിലൊരു പോയിന്റ് ആയിട്ട് പറയാം. നമ്മുടെ ഏജൻസ് ആൻഡ് മിസ്ഗൈഡൻസ്, അതൊരു കോൺസ് ആണല്ലോ. കാരണം ഇപ്പോൾ ഈ ഒരു എബ്രോഡ് MBBSൽ വരുമ്പോൾ പലർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ് ഏജൻസി തട്ടിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതും ഇതിലൊരു കോൺസ് ആണ്. നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും ഒരു ഏജൻസി ചൂസ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പണി കിട്ടും. അപ്പോൾ അതൊക്കെ ഇതിൽ വരുന്ന ഒരു സൈഡിലായിട്ട് വരുന്ന ഒരു കോൺസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില കൺട്രീസിൽ 6 years ആയിരിക്കത്തില്ല, ലോങ്ങർ ആയിട്ടുള്ള ഡ്യൂറേഷൻ ഉണ്ടാവും കോഴ്സിന്. ഇപ്പോൾ ഈജിപ്തിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടുതൽ ഇയർ വരുന്നുണ്ട് അവിടെ. ഇപ്പോൾ ജോർജിയയിൽ 6 years ആണെങ്കിലും ഈജിപ്തിലൊക്കെ വരുമ്പോൾ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടുതൽ ഡ്യൂറേഷൻ എടുക്കും ഹോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു കോൺസ് ആണ്. ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ഒരു പോയിന്റ് പറയാൻ, നമ്മൾ തന്നെ ഒരു എന്താ പറയുക, ഒരു സെൽഫ് ചലഞ്ചിങ് ആണ് ഈ എബ്രോഡ് MBBS എന്ന് പറയുന്നത്. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇപ്പം കംപ്ലീറ്റ്ലി നമ്മളൊരു ഡിഫറെൻറ്റ് കൺട്രിയിലോട്ട് മാറിയിരിക്കുകയാണ്. സോ ഈച്ച് ആൻഡ് എവറിത്തിങ്, ഇവൻ നമ്മൾ കുക്കിംഗ് ആയാലും നമ്മുടെ ഫുൾ കാര്യങ്ങളായാലും എല്ലാം നമ്മൾ തന്നെ നോക്കണം. അത് അറ്റ് ദി സെയിം ടൈം നല്ലൊരു കാര്യമാണ്. നമ്മൾ ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അറ്റ് ദി സെയിം ടൈം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്കൊരു ചലഞ്ചിങ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു കോൺസായിട്ട് പറയാം. പക്ഷേ എല്ലാം ഓൾ ഇൻ ഓൾ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു കാര്യമാണ്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എബ്രോഡ് MBBSൻ്റെ അടുത്ത സീരീസ് ആയിട്ട് ഇൻഷാല്ലാ ഉടനെ തന്നെ വരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ Instagram ID ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, സ്ക്രീനിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും